അല്ല പെരുമ്പാമ്പുണ്ടെങ്കിലേ പിന്നെ മമ്മിയൊക്കെ വിഴുങ്ങിയാലും അങ്ങനെ ഒറ്റയടിക്ക് ഇറങ്ങി പോകുന്നില്ല. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പം UK വന്നിട്ട് കുറച്ച് ദിവസമായി. മമ്മിയുടെ ആരോഗ്യമൊക്കെ വീക്കായി വരുന്നുണ്ട്. ഉള്ള കപ്പയും ചക്കയും എല്ലാം നിന്ന് മമ്മിയുടെ ഹെൽത്ത് എല്ലാം മോശമായിട്ട് വരുന്നുണ്ട്. മമ്മി വണ്ണം വെച്ച് വരുവാണ് കേട്ടോ. മമ്മിയെ കൊണ്ട് നടക്കാൻ പോവാണ് എല്ലാവരും കൂടെ. മമ്മി ഇതേ പാർട്ടി വേറെ ചെറുതാറക്കിയിട്ടാണ് നടക്കാൻ പോണേ. അതെ, എല്ലാം മറ്റേ പൂട്ടുണ്ടാ. ഓടിയാ സൂര്യൻ അസ്തമിക്കാനായിട്ട് ഇനി ഒരു 45 മിനിറ്റും കൂടെ ഉള്ളൂ. മമ്മി UK നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ട് വന്നതാണ്. ഒരാഴ്ച കൊണ്ട് ഇതേ മമ്മിയുടെ പഴയ രൂപത്തിലേക്ക് മമ്മി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിട്ടാ കൊള്ളാലോ. അപ്പോൾ നമ്മുടെ അമ്മ കുഞ്ഞിന് ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അപ്പോൾ നമ്മളൊന്ന് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചുമ്മാ റോട്ടിൽ നടക്കാൻ പോകണം അത്ര സേഫ് അല്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആനപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്നാ പേര് വരാൻ കാരണം അറിയോ? ആന പോലെ ഇരിക്കണ. മമ്മീനെ പോലെ ഇരുന്ന അത് നടന്ന് നമുക്കൊന്ന് ശരിയാക്കാനുള്ളതാണ്. തൊട്ടടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ നടക്കാൻ പോകുന്ന പറഞ്ഞാൽ മമ്മി ചാടി ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ ഡാഡി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഡാഡിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ നടക്കാൻ പോവുകയാണ്. മമ്മി പാർട്ടി വേറെ കിട്ടും കൂടെ. ചുമ്മാ വേഗം ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നല്ലേ. കൊള്ളാന്നാ പോവാ വേഗം. അപ്പോൾ ഇന്ന് നമ്മൾ പാറപ്പുറത്ത് കിടക്കും കേട്ടോ. പറപ്പുറത്ത് പോയാലോ എന്നാ? ജീപ്പിന് പോകണോ എൻ്റെ പറഞ്ഞ് പോകണോ? ജീപ്പ് എടുത്താലോ? നടന്നു പോയാലോ? അപ്പം നമ്മുടെ താറ് 5 ഡോർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ താറിൽ ഇപ്പോൾ ഫാമിലിക്ക് കയറാൻ കുറച്ച് പാടുണ്ട്. മമ്മി അത് ഒന്നും നോക്കണ്ടെങ്കിൽ വെട്ടി തുറന്നെങ്കിൽ പറഞ്ഞേ ഉള്ളൂ അല്ലേ മമ്മി? ജീപ്പ് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ലോ. അപ്പോൾ താറ് 5 ഡോർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പോകാം. ഡാഡിയുടെ എക്സിക്യൂട്ടീവ് ലുക്കിലാണ് കേട്ടോ നടക്കാൻ പോണേ. അല്ല ഇൻസേർട്ടൊക്കെ ചെയ്ത് ആ സ്റ്റൈലായി. അതെ അല്ലേ, സെറ്റപ്പാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും പക്ഷെ രാത്രിയാവുമെന്നാണ് എൻ്റെ സംശയം. അതെ അതെ. അപ്പം നമ്മൾ തൊടുപുഴ കോടിക്കുളം പോകുന്ന റൂട്ടിൽ ഒരു വർക്ക്ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ്. ആ വഴി കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഓഫ് റോഡ് വണ്ടികളൊക്കെ കുറേ ദൂരമൊക്കെ കയറും. അല്ലാത്ത വണ്ടികളാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം ചെന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട്. ലൊക്കേഷന് തൊട്ട് താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നടക്കാൻ പോവാണ് കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട്. മമ്മി റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. എല്ലാവരും റെഡിയല്ലേ? നിബിച്ചേറിന് ഇന്നത്തെ ദിവസം മൊത്തം നടന്നിട്ട് വരുന്ന അല്ലേ? എന്നോട് ചെയ്ത് ചതിയാട്ടോ. ആ കാട്ടിലും മലയിലൊക്കെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന എന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ കൊണ്ടുവന്നേക്കണു. വേണ്ടാതിനൊക്കെ പറഞ്ഞ ഇത് അതേപടി അങ്ങ് ഒപ്പിയെടുക്കും. അത്ര വരിക വരിക സഹോദരരെ. ഇതാരല്ല എൻ്റെ ഷൂ കഴുകി വെച്ചാൽ നല്ല നല്ല പുത്തം പോലെ തിളങ്ങണേ. ഞാനായിരിക്കില്ല എന്താണേലും. ഞാനടുത്തിന് മകൾക്ക് സ്നേഹം മൂത്ത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു മമ്മിയുടെ ഷൂസ് അന്നേരം. ആനപ്പാറ അച്ചാമ്മയാണോ പോണേ? നല്ല ഓഫ് റോഡ് വഴിക്കൂടെയാണ് പോകുന്നത്. ഫുൾ കല്ലൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുവാണ്. എത്ര ദിവസം കൂടിയാണ് നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ എപ്പോഴും നടക്കാൻ പോകുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി എന്നാലും എപ്പോഴും നേച്ചറുമായിട്ട് നമ്മളിങ്ങനെ അടുത്തിരിക്കുന്നത് ഭയങ്കര പീസ്ഫുള്ളാണ്. അതെ, പീസ്ഫുള്ളൊക്കെ. പക്ഷെ ശ്വാസം ഇവരെന്നെ മുമ്പിൽ കയറ്റി വിടാത്തോണ്ട് തടസ്സമായിട്ട് നിൽക്കണുണ്ട്. നമുക്ക് ഒരുമിച്ച് അമ്മ പിന്നെ അല്ലാണ്ട്. അതെ അതെ, എന്റെ മേത്തേക്കൊന്ന് വിട്ട്, എന്റെ മോളങ്ങ് വിട്ടെ. ഭാരവാഹി അമ്മേ ജിൽ ജിൽ നിന്ന്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ പോകുന്ന വഴിക്ക്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ അതെ ആനപ്പാറയുടെ ഒരു സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മുടെ പ്രോപ്പർ ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറേ ദൂരം കൂടെ നടക്കാനുണ്ട് കേട്ടോ. എന്താ മടുത്തോ? നടക്കാനായതുകൊണ്ടാണ് വണ്ടി താഴെ ഇട്ടത്. അല്ല ഇവിടെ കയറ്റുന്നതാണോ വണ്ടി? എന്റെ ദൈവമേ, നിനക്ക് എന്നാ ഇറക്കാൻ വല്ല ഞാൻ പറയണില്ല ഭാഷ. എന്താണ് അല്ല ഇവിടെ കയറ്റുക എന്ന് പറഞ്ഞിട്ട് ഈ ഇതിനകത്തോടെ എങ്ങനെയാ വണ്ടി? ഡാഡി ഓടിച്ചാ വണ്ടി ഇതിൻ്റെ അകത്തോടെ. അപ്പനും മോനും അപ്പന്റെ മോനെ നല്ല സംശയമൊന്നുമില്ലല്ലോ. ഇല്ല.
അല്ല വടിയെടുത്ത് കൈ പിടിക്കണം. ആനപ്പാറയിലേക്ക് എത്താൻ ഇനിയും കുറേ ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനിയും കുറേ നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിച്ച് തുടങ്ങി കേട്ടോ. നമ്മൾ മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്തിടെയൊന്നും ഇതൊക്കെ ആരും പോകുന്നില്ല എന്ന് തോന്നുന്നു. കൊടും കാടാണ് കേട്ടോ. ഇത് കാടാണോ ഞാൻ ചോദിക്കരുത്. ഇതിലേക്ക് പോകാൻ വേറെ വഴി വല്ലതും ഉണ്ടോ? യെസ്, അപ്പുറത്തോട്ടൊരു വഴിയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ മൊത്തം കാട് പിടിച്ചേട്ടോ. അല്ലെ ആൾക്കാരൊക്കെ വരുന്നതാണോ? ഇതൊക്കെ ആൾക്കാരെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാ ഞാൻ ഓർക്കണേന്ന്. അടുത്തോ കാട്ടിക്കടയെ ഞാൻ എടുത്തില്ല. ഞാൻ നല്ല ജിൽ ജിൽന്ന് നിൽക്കണ. ഇത് റബ്ബർ ഡാഡി കേട്ടോ. മമ്മി ജിൽ ജിൽ നിൽക്കുന്ന ശ്വാസം മുട്ടലും വലിയ അയ്യടാ ഡാഡി ചുമ്മാ ആവശ്യമില്ലാതെ പറയല്ലേ. ഉള്ളത് പറയാവുള്ളൂ. ഉള്ളത് ഒരു വാക്കത്തിന് എടുത്തായിരുന്നെ കാട് വെട്ടി വെട്ടി പോകായിരുന്നു. അത്രയും കാടുണ്ട് കേട്ടോ. ഇരുമ്പാമ്പ് ഉണ്ടെങ്കിലേ പിന്നെ മമ്മിയൊക്കെ വിഴുങ്ങിയാലും അങ്ങനെ ഒറ്റയടിക്ക് ഇറങ്ങി പോകുന്നില്ല. അതെ. അപ്പൊ ഓട ഒഴിക്കുക പാമ്പിന്റെ കഴുത്തിന്റെ ഒരു കടി കൊടുത്താ. എന്നാ പ്രശ്നം? ഞാൻ നല്ല ജിൽ ജിൽന്ന് വരുന്നുണ്ടല്ലോ. ലോവർ പ്രോബ്ലം എന്നായിരുന്നു? ഹെവി വണ്ടികൾ കയറ്റം കയറുമ്പോ ഉള്ള സ്വഭാവമാണോ? വണ്ടികൾ കയറ്റം കയറുമ്പോ നല്ല ജിൽ ജിൽ ഞാൻ കേറി വരുന്നുണ്ടല്ലോ. അല്ലേ ലോഡ് വണ്ടി കയറ്റം കയറുമ്പോ കുറച്ച് ഏറൊക്കെ തള്ളി പോകും. അതാണ് ആ ടെക്നോളജി. എന്നായാലും എന്നാ ഞാൻ നല്ല ജിൽ ജിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ. ഉണ്ടോ ബാ തീർന്നില്ല, തുടങ്ങി പോട്ടെ. അപ്പോൾ നമ്മുടെ കാട്ടുവഴികളൊക്കെ ഓൾമോസ്റ്റ് അവസാനിച്ച് കുറച്ച് തെളിഞ്ഞ ഒരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഓൾമോസ്റ്റ് അടുക്കാറായി എന്ന് എനിക്ക് തോന്നുന്നു. എത്താറായോന്ന്? എത്താറായില്ല, ഇനിയുണ്ട് ഒരു 5 കിലോമീറ്റർ. അയ്യടാ. ഇങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടോ. എല്ലാവരുടെയും പരിപ്പളകിയിട്ടുണ്ട് ഏകദേശം. നോക്കി ഒരു 360 ഡിഗ്രി വ്യൂ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയില്ലേ വന്നപ്പോൾ. വെയില്, കാറ്റ്, മഴ, ഇതൊക്കെ പ്രശ്നമാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നേരത്തെ ഇറങ്ങാൻ പാടില്ലായിരുന്നോ? മമ്മി വരുന്നുണ്ട്. 2 ഇണക്കോഴികൾ വരുന്ന നോക്കി. ഒന്ന് നടക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2 പേര് കൈയും പിടിച്ച് വരുന്ന നോക്കി. മമ്മിയുടെ വയറൊക്കെ പോയാലോ അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്കും? അത്ര ഒട്ടും തന്നെ അല്ല, ആവിയായിപ്പോയോ? ആവിയായിപ്പോയി കാണും. ഇവിടെ ഇരുന്നാലോ? ഞാൻ കയറും അവിടെ. പിന്നല്ല ഇവിടെ വെള്ളമായിരിക്കട്ടെ. വെള്ളമൊക്കെ അവിടെ വയ്ക്കുന്ന വെള്ളം കുപ്പി എങ്ങനെ ഉരുണ്ട് പോയാൽ മമ്മി ആ കൂടെ എടുത്ത് ചാടുന്നതായിരിക്കും. ഇവിടെ ഇരിക്കാം മമ്മി, കാലിട്ടിരിക്കാം. വാ. ഹൈ റേഞ്ചിന്റെ മകളാണ്. എത്ര വർഷം മുന്നേ? വർഷങ്ങൾക്ക് മുന്നേ. 36 years. എഗോ. എത്ര വയസ്സായപ്പം? എനിക്കോ? എനിക്ക് തന്നെ 10 18. ഓ, കുറച്ചുകൂടെ കുറയ്ക്കാവോ? പ്രായമൊക്കെ പറയുന്ന നമ്പറല്ലേ. സത്യം പറയില്ല എന്നൊക്കെ അല്ലേ നിവിച്ചേട്ടോ? സാഹസം വേണോ? സാഹസം വേണോ? ഇരുട്ടായി തുടങ്ങിയില്ലേ? കുറച്ചുകൂടെ നേരത്തെ വരാം. രസം നോക്കിയേ. ഇവിടെ നിന്ന് താഴേക്കൊക്കെ എന്തൊരു വ്യൂ ആണെന്ന് നോക്കി. അപ്പുറ സൈഡിലുണ്ട് കേട്ടോ ഇതുപോലെ. സ്കൈ ഒക്കെ നോക്കിയപ്പോ എന്ത് രസമാണെന്ന്. നല്ല രസമല്ലേ? അവിടെ ഉണ്ടല്ലോ ഒരു മല, നോക്കിയ ഒരു കുന്നു പോലെ ഇങ്ങനെ ഒരു. നല്ല രസം. ഇതുപോലൊരു സ്കൈയേ, നല്ല ഓറഞ്ച് കളറും ഒക്കെ ആയിട്ട് നല്ല രസം. പിന്നെ അങ്ങോട്ട് നോക്കിയാലാണല്ലോ ആ പാറയുടെ മണ്ട കയറിയാലോ? ധൈര്യം ഉണ്ടോ? പിന്നെ ഞാൻ ഡാഡി കയറി കഴിഞ്ഞു. വരട്ടെ. ലെറ്റ്സ് ഗോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ലയിടത്തും പോയി തള്ളിക്കൊട്ടി വീണാണ്ടല്ലോ അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ട് വയ്ക്കുള്ളൂ. പക്ഷെ മമ്മിയുടെ ചെരുപ്പ് അതിന് പറ്റിയതല്ല.
കയറാൻ പോകണം. ഓ ഇവിടെ കയറാമല്ലേ? വയ്യാത്തോട്ട് കയ്യിലെ കയറണോ? വേണോ? അതെ അതെ അതെ, കയറണോ? ഞാൻ എൻ്റെ സ്ഥലം തരില്ല കേട്ടോ, ഞാൻ ഇവിടം വരെ കയറുന്നുള്ളൂ. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ ഇവിടുന്ന് അങ്ങോട്ട് കയറില്ല, ഇവിടെ കയറില്ല. എന്നെ ഒട്ടും കഴിക്കരുത് കേട്ടോ. ഇല്ലെന്നേ, വെറുതെ വെറുതെ വേണ്ട. ഇവിടെ നിൽക്കാം. കയറാൻ പറ്റില്ല എന്നിട്ടൊന്നുമല്ല, അല്ല, ഇവിടെ ചവിട്ടി അവിടെ കയറാൻ വേണമെങ്കിൽ. വേണേ ഇവിടെ കയറിയിരുന്നോ? കയറുന്നില്ല. ഇഷ്ടപ്പെട്ടോ മമ്മി? ഇഷ്ടപ്പെട്ടു. ഇച്ചിരി നേരത്തെ വരായിരുന്നു. ഇച്ചിരി നേരത്തെ വരായിരുന്നു എന്നാണ് മമ്മി പറയുന്നത്. അപ്പം എന്താണെങ്കിലും അടിപൊളി ഈവനിങ് ആയിരുന്നു. അപ്പം ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.